നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. 8 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ മാത്രം പരിപൂർണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനാണ് BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനം. തിരുവനന്തപുരം ജില്ലയിലെ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ, ആലപ്പുഴ ജില്ലയിലെ കായംകുളം, തൃശ്ശൂർ അസംബ്ലി മണ്ഡലം, പാലക്കാട് മണ്ഡലം, കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലം, ഇങ്ങനെ 8 മണ്ഡലങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും 8 മണ്ഡലങ്ങളിൽ മാത്രം വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും മറ്റു മണ്ഡലങ്ങളിലെല്ലാം വോട്ടുകൾ വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നതാണ് BJP സംസ്ഥാന നേതൃത്വം ഇപ്പോൾ കൈക്കൊള്ളുന്ന തന്ത്രമെന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. BJPയുടെ കേന്ദ്ര നേതൃത്വവും ഈ തന്ത്രത്തിന് അനുകൂലമായി തലയാട്ടിയിരിക്കുകയാണ്. BJP പഴയതുപോലെ 140 മണ്ഡലങ്ങളിലും മത്സരിച്ച് എല്ലാ മണ്ഡലങ്ങളിലും ഓടി നടന്ന് വോട്ടുകൾ ചേർക്കുകയും അല്ലെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും കാടിളക്കിയുള്ള പ്രചാരണം നടത്തുകയും ചെയ്തിട്ട് യാതൊരു കാര്യമില്ലെന്നും 8 അല്ലെങ്കിൽ 9 മണ്ഡലങ്ങൾ, പത്തനംതിട്ടയിലെ കോന്നി ഉൾപ്പെടെയാണെങ്കിൽ 9 മണ്ഡലങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുക, അതിൽ പകുതിയെങ്കിലും പിടിക്കാൻ ശ്രമിക്കുക, ഇതാണ് ഇപ്പോൾ BJP ലക്ഷ്യമിടുന്നത്. 8 അല്ലെങ്കിൽ 9 മണ്ഡലങ്ങൾ, അത് പൂർണ്ണമായിട്ടും അവർ അതിൽ കോന്നി അല്ലെങ്കിൽ പാലക്കാട് അല്ലെങ്കിൽ കോന്നി അല്ലെങ്കിൽ ചാത്തന്നൂർ, അത് തമ്മിലുള്ള മണ്ഡലങ്ങൾ തമ്മിലൊരു വ്യത്യാസം വന്നേക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ചാത്തന്നൂർ കോന്നിയും ഒരുമിച്ച് വരികയാണെങ്കിൽ 9 മണ്ഡലങ്ങളും, ഇതിലേതെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ 8 മണ്ഡലങ്ങളിലും പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനാണ് ഇപ്പോൾ BJP നേതൃത്വം ഉദ്ദേശിക്കുന്നത്. അതിനുള്ള കരിക്കളെല്ലാം, രാഷ്ട്രീയ സംവിധാനങ്ങളെല്ലാം അവർ ഒരുക്കി കഴിഞ്ഞു. BJP കേന്ദ്ര നേതൃത്വം അതിനായുള്ള ഫണ്ടും മറ്റു കാര്യങ്ങളുമെല്ലാം ഉറപ്പുവരുത്തി കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണ പരിപാടികൾ ആരംഭിക്കാനാണ് BJP സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഈ നിയോജക മണ്ഡലങ്ങൾക്ക് 8-9 നിയോജക മണ്ഡലങ്ങൾക്ക് കീഴിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്ര വോട്ട്, ഈ 9, 8 അല്ലെങ്കിൽ 9 നിയോജക മണ്ഡലങ്ങൾക്ക് കീഴിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിൽ എത്ര വോട്ടുകൾ BJPക്ക് ഉണ്ട് എന്ന് തിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനവും നീക്കവും അവർ നടത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ വാർഡുകളിൽ തങ്ങൾക്ക് ലഭിക്കുന്ന വോട്ടുകൾ അത് CPMനേക്കാളും UDFനേക്കാളും അല്ലെങ്കിൽ LDFനേക്കാളും UDFനേക്കാളും എത്ര കണ്ട് കൂടുതലാണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്നതൊക്കെ കൃത്യമായി അളന്ന് മുറിച്ച് മനസ്സിലാക്കി അത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് തയ്യാറാക്കാനുള്ള സംവിധാനവും BJP നേതൃത്വം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ BJPയുടെ പ്രചരണം നടക്കുക 8 അല്ലെങ്കിൽ 9 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ മാത്രമായിരിക്കും. മറ്റ് മണ്ഡലങ്ങളിൽ പരമാവധി വോട്ടുകൾ വർദ്ധിപ്പിച്ച് സാന്നിധ്യം അറിയിച്ച് സംസ്ഥാനത്ത് മുഴുവൻ ഒരു വേരുപടത്തി സംസ്ഥാനത്ത് മുഴുവൻ സാന്നിധ്യമായി നിൽക്കുക എന്ന തന്ത്രമായിരിക്കും BJP ഇക്കാര്യത്തിൽ കൈക്കൊള്ളുക എന്നാണ് അവരുടെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ 8 അല്ലെങ്കിൽ 9 മണ്ഡലങ്ങളിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള നോട്ടിഫിക്കേഷൻ അടുത്ത ആഴ്ച വരും. അപ്പോൾ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രചരണങ്ങളും ഈ മണ്ഡലങ്ങളിൽ ആരംഭിക്കാനുള്ള നിർദ്ദേശമാണ് BJP സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്നത്. അതിനുള്ള എല്ലാ കാര്യപരിപാടികളുമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്.